തോട്ടത്തിൽ സിൽവർ കളക്ഷൻസ്, തോട്ടത്തിൽ ആർക്കേഡ്, ഓപ്പോസിറ്റ് സയാന ഹോട്ടൽ, TB ജംഗ്ഷൻ, മൂവാറ്റുപുഴ. കൊച്ചി ധനുഷ്കോടി റോഡിൽ റോഡ് നവീകരണത്തോടൊപ്പം സ്ഥാപിച്ച കൂറ്റൻ തെരുവുവിളക്കുകൾ നോക്കുകുത്തികളായി മാറുന്നു. കോലഞ്ചേരി മുതൽ മൂവാറ്റുപുഴ വരെ സ്ഥാപിച്ചിട്ടുള്ള ആധുനിക രീതിയിലുള്ള തെരുവുവിളക്കുകളാണ് പ്രവർത്തിക്കാതെയായിരിക്കുന്നത്. കൊച്ചി ധനുഷ്കോടി റോഡിലെ ഇരുട്ട് നീങ്ങാൻ ഇനിയും കാത്തിരിക്കണം. റോഡ് നവീകരണത്തോടൊപ്പം സ്ഥാപിച്ച കൂറ്റൻ തെരുവ് വിളക്കുകൾ കോലഞ്ചേരി, മൂവാറ്റുപുഴ എന്നിവിടങ്ങളിൽ നോക്കുകുത്തികളായി മാറുകയാണ്. കൊച്ചി മുതൽ മാമല വരെ വിളക്കുകൾ തെളിയിച്ചെങ്കിലും കോലഞ്ചേരി മുതൽ മൂവാറ്റുപുഴ വരെ സ്ഥാപിച്ചിട്ടുള്ള തെരുവ് വിളക്കുകൾ തെളിയിക്കാനുള്ള നടപടികൾ ഇഴഞ്ഞു നീങ്ങുകയാണ്. നവീകരണത്തോടനുബന്ധിച്ച് ആധുനിക രീതിയിലുള്ള തെരുവ് വിളക്കുകളാണ് സ്ഥാപിച്ചിരിക്കുന്നത്. 40 ആംപിയർ ശക്തിയുള്ള LED ലൈറ്റുകളാണ് വിളക്കുകാലുകളിൽ സ്ഥാപിച്ചിരിക്കുന്നത്. ടൈമർ സ്ഥാപിച്ചിരിക്കുന്നതിനാൽ ഓട്ടോമാറ്റിക്കായി രാത്രി തെളിയുകയും രാവിലെ അണയുകയും ചെയ്യും. 10 തെരുവ് വിളക്കുകൾക്കായി ഒരു കൺട്രോൾ പാനൽ വീതമാണ് സ്ഥാപിച്ചിരിക്കുന്നത്. ടൈമറും ELCBയും എല്ലാം ഇതിലുണ്ട്. ഇവയെല്ലാം സ്ഥാപിച്ചു കഴിഞ്ഞു. രാത്രിയായാൽ കൂരിരുൾ മൂടുന്ന കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ അപകടങ്ങളും തുടർച്ചയായിരുന്നു. റോഡിന്റെ ഇരുവശവും നിറയെ വഴിവിളക്കുകൾ ഉണ്ടായിരുന്നെങ്കിലും ഇവയിൽ തെളിയുന്നത് വിരലിൽ എണ്ണാവുന്നവ മാത്രമായിരുന്നു. കോലഞ്ചേരിയിൽ നഗരത്തിൽ വിളക്കുകൾ തെളിയുന്നുണ്ടെങ്കിലും പിന്നീട് ദേശീയപാതയിൽ വഴിവിളക്ക് തെളിയുന്നത് വാളകത്ത് 1 2 മാത്രമാണ്. വാളകത്തെ പ്രധാന കവല കഴിഞ്ഞാൽ പിന്നെയും റോഡിന്റെ ഇരുവശവുമുള്ള വിളക്കുകാലുകളിൽ വെളിച്ചമില്ല. പിന്നെ മൂവാറ്റുപുഴ നഗരത്തിലെത്തുമ്പോൾ വിളക്കുകാലിൽ ചിലതിലെങ്കിലും വെളിച്ചമുള്ളൂ. പുതിയ ലൈറ്റുകൾ ഉടനെ തെളിയിക്കണമെന്നാവശ്യപ്പെട്ട് തദ്ദേശ സ്ഥാപനങ്ങൾ NHAI അധികൃതർക്ക് നിവേദനം നൽകിയിരുന്നു. ന്യൂസ് ഡെസ്ക്, മൂവാറ്റുപുഴ ന്യൂസ്. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.